സമാധാനം. ഷഡ്ഡി കിട്ടി, ഷഡ്ഡി. ഇതെന്താ ഞാൻ ബ്രസ്റ്റ് പമ്പ് ഇത്ര ടോയ്സ് ഉണ്ടായിട്ട് അവൻ കളിക്കുന്ന. അപ്പൊ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കുറെ പെട്ടിയുണ്ട്. ലോങ് ഡ്യൂറേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ച് കാണുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഒരു യൂട്യൂബറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ. ഒന്നുമില്ലേ പറയാൻ? ഞാനെന്ത് പറയാനാ? അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. ഇത് പറയല്ലേ? കമന്റ് ഇട്ടാൽ അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കാക്കശ്ശേരിന്റെ അൺബോക്സിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും കാത്തിരുന്നതാണ്. കാരണം 4 മാസം മുന്നേ ഞങ്ങൾ ഖത്തറിൽ പാക്ക് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. എന്തൊക്കെ ഇതിന്റെയൊക്കെ ഉള്ളത് മറന്നുപോയി, കാരണം അന്ന് പാക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതെല്ലാം നമുക്ക് ഹാളിലേക്ക് നീക്കിച്ചിട്ട് അവിടുന്ന് ജെഫിന്റെ ഹെൽപ്പോട് കൂടെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും, വിത്ത് ഹെൽപ്പ് ഓഫ് കുട്ടീസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ചുമട്ട് തൊഴിലാളി റെഡിയാണ്. നമുക്ക് ഓരോരോ പെട്ടിയായിട്ട് നീക്കാം. ഫസ്റ്റ് നമ്മളത് തുറന്ന് പെട്ടിയുടെ കൊണ്ടുപോകാം. ഓരോന്നോരോന്നായിട്ട് തുറന്ന പിന്നെ നമുക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ മുടി വെട്ടിയ കത്രിക. ഓർമ്മയുണ്ടല്ലോ? കാണാത്തവർ വീഡിയോ ഉണ്ടല്ലെങ്കിൽ ഞാൻ താഴെ റിസപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ജസ്റ്റിന് മുടി വെട്ടി മുട്ട അടിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പെട്ടിയിൽ തുറക്കാം. കയറ് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് കയറ് നോക്കി നോക്കിട്ട് ആ പയ്യൻ അവനവിടെ കയറുണ്ട്. ഒച്ചം കുറവുണ്ടോ? എന്നാ ജനല് തുറന്നിട്ട് ലെറ്റ് ദ എയർ ഫോഴ്സ് കം ഇൻസൈഡ്. അപ്പൊ ഈ പെട്ടികൾ ഞങ്ങൾക്ക് കാറുകളിൽ വിടാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ജസ്റ്റ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ലഗേജിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലായിരുന്നു. എന്താ ബേബി? ഇൻസൈഡ് ടോയ്സ്. What is that? Toys. Toys? Sure? Toys. No, it's gun. Gun. അപ്പോ ഇതെല്ലാം ജെഫയുടെ പുതിയടുത്ത റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജെഫ് വരുമ്പോൾ കൊണ്ടുവരാന്നുള്ളത് പ്ലാനില്. പക്ഷേ ഈ കൊറോണ സിറ്റുവേഷൻ ആയത് കാരണം ജെഫിന് തിരിച്ചു പോകാനും പറ്റിയില്ല. അവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ഈപ്പൻ, നമ്മുടെ സർപ്രൈസ് കല്യാണം ഈപ്പനാണ് ഇതെല്ലാം അവിടുന്ന് കാർഗോയിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തന്നത്. അപ്പോ അൺബോക്സിംഗ് ഇവരൊക്കെ വെച്ച് അൺബോക്സിംഗ് ചെയ്യുന്ന ഞങ്ങളെ സമ്മതിക്കട്ടെ. അതെ, നമ്മുടെ എയർപ്ലെയിൻ വന്ന പെട്ടിയാണിത്. നോക്കാൻ പോകുന്നു. ഇത് എനിക്ക് കണ്ടിട്ട് ഇവരുടെ ടോയ്സ് എന്റെ ചെരുപ്പൊക്കെ ഉള്ള പെട്ടിയാ തോന്നുന്നു, ഓർമ്മയില്ല. ആണേ സാർ come here. Ta-da ta-da ta-da. നമ്മുടെ ഐക്യന്ന് വെച്ച കുഷ്യൻ. ഞങ്ങൾ പാക്ക് ചെയ്തപ്പോ ജസ്റ്റ് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന പ്ലാൻ ആയിരുന്നു. അത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബാറ്ററി എല്ലാം ഊരി അതിന്റെ മേലെ തന്നെ ഒട്ടിച്ചു വെച്ചു. ബാറ്ററി ഒരിക്കലും ഇങ്ങനെ അകത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യാൻ പാടില്ല, അല്ല ഇങ്ങനെ പുറത്ത് വെക്കണം. ഓക്കെ, ഇത് എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഫെയർവെൽ ഗിഫ്റ്റ് തന്നാണ് കാക്കശ്ശേരിയുടെ കെ. പുട്ടുകുറ്റി, അനദർ പുട്ടുകുറ്റി. നമ്മുടെ ഈ ഷെൽഫ് അത് എനിക്ക് തോന്നുന്നു വലുതുണ്ടല്ലോ, ടേബിൾക്ക് വെച്ചോ, ഡാന് കൈ വെക്കും. അയ്യോ, 3 ഉണ്ട്. അല്ല, നമ്മൾ ഓരോന്നിങ്ങനെ പരത്തിയിട്ട് നമുക്ക് തന്നെ പണിയാൻ തോന്നുന്നു കേട്ടോ കൊടുക്കാൻ. ഇതിലെന്താണ്? കത്തി. ഇതിലെന്താണ്? ഇതൊക്കെ പൊട്ടാണ്ട് ഇതിനെ മേലെ പിള്ളേര് കളിച്ചിരുന്ന് അവിടെ വെച്ചോ. ഇങ്ങനത്തെ സാധനങ്ങൾ എത്തും അല്ലെ? സെറാമിക്കാണ്. അത് ഒന്നും പൊട്ടിയിട്ടുണ്ട്, അടിപൊളി. ഐശ്വര്യമായിട്ട് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്.
കാരണം ഞങ്ങള് കാർഗോയില് പറഞ്ഞാൽ നമ്മളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലാന്നേ. ഫ്ലൈറ്റിൽ കൊണ്ടുവന്നുള്ള പാക്ക് ചെയ്തത്. ഇവിടെ വന്നിട്ട് പൊട്ടാൻ എത്ര കിടക്കും? എല്ലാത്തിന്റെയും ബാറ്ററി ഞാൻ ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് തന്നെ. ആ ട്രെയിനിന്റെ താഴത്തെ സാധനം പൊട്ടി. ആ ബൗളിന്റെ ചെയ്യാൻ പറ്റില്ല. പിന്നെതാ കാക്കശ്ശേരിന്റെ കാർഡ്. നമ്മുടെ പഴയ ലോകമാണ് ഇതിലുള്ള. ഓ, ഇതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. ജെഫിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള കളക്ഷൻ ആണ് ഇതിലുള്ളത്. ഏതൊന്നും ഏതിലെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ജെഫിനെ എന്നെ പൊട്ടിക്കും. ജെഫിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷൻ. ഇതെല്ലാം ജെഫ് ഫ്രിഡ്ജിൽ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നേ. ഇപ്പൊ അത് നന്നായി. ഭക്ഷണം ഞാനൊന്ന് അൺബോക്സിങ് ചെയ്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ പ്ലാൻ? ഫുഡ് ഓർഡർ ചെയ്യും. സൊമാറ്റോ, പലാരം, ബിരിയാണി ഓർഡർ ചെയ്യാം. ഒരു 10 മിനിറ്റ് ഓർഡർ ചെയ്യാം. കാരണം വിളിച്ചപ്പോ തന്നെ വരുന്നുണ്ട്. ചട്ടപ്പട്ടയിൽ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്താ വരുന്നത്. നമ്മളടുത്ത പെട്ടി തുറക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്ത് വെക്കുമ്പോ ഈ പുറത്തുള്ള പ്ലാസ്റ്റിക് കവറില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാർഗോക്കാരെ തന്നെ അവര് കൊണ്ടുപോകുമ്പോ ഇട്ടതാണ്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഫ്ലൈറ്റ് റെഡി ആയിട്ട് വെച്ചതാണ്. ഇത് കാർഗോയില് വന്ന കാരണം അവർ ഫുൾ അങ്ങനെ പാക്ക് ചെയ്തതാണ്. ഇല്ലെന്നേ, ഇതിന്റെ കീ ഒക്കെ ജെഫിന്റെ ആ റൂമിലോടെ ഇരിക്കണം. കാരണം ജെഫിന് എന്തെങ്കിലും എക്സ്ട്രാ വെക്കണമെങ്കിൽ വെക്കാലോ. ലോക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ പെട്ടിയിൽ എനിക്ക് തോന്നുന്നത് എന്റെ ഡ്രസ് ഐറ്റംസ് അല്ലെങ്കിൽ പിള്ളേരുടെ ഡ്രസ് ഐറ്റംസ് ആണെന്നാണ്. 1 2 3. ഇതെന്താ ഞാൻ ബ്രസ്റ്റ് പമ്പ്? ഈ പെട്ടിയിലെ കൂടുതലും പിള്ളേരുടെ വിന്റർ ക്ലോത്ത്സ് ആണ്. അതിനിപ്പോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഡാനിയുടെ സൈസ് ആയിരിക്കും ഇനിയിപ്പോ സാമിന്റെ സൈസ് പറ്റുക. കൂടുതലും സാമിന്റെ ഐറ്റംസ് ആണ്. ഓക്കെ ഓക്കെ. ഖത്തർ ഹൗസ് എന്ന് വന്നതാ ബേബി? അല്ലല്ല, എല്ലാം ഉണ്ട്. സാമിന്റെ പുതിയതും എല്ലാം ഉണ്ട്. പിള്ളേരുടെ ഉണ്ട്, എന്റെയും കുറച്ച് സാധനങ്ങളുടെ ഉണ്ട്. കൂടുതലും വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ 2 ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്, പിന്നെ പിള്ളേരുടെ സാധനങ്ങള്, തൊപ്പി. കളർഫുൾ ഐറ്റംസ് ഒന്നും സോഫാറില്ല. ആകെ ഒരു കളർഫുൾ ആയിട്ടുള്ള എന്താണപ്പാ? തായ്ലൻഡ് ഇതൊരു കിട്ടിട്ടില്ല. ഇടാനുള്ള ബാഗ് കിട്ടിട്ടില്ല. ലുലു മാളിൽ പോകുമ്പോ കൊറോണയുടെ ആൾക്കാർ തിരിച്ചറിയില്ല. മാസ്ക് ഇട്ടോണ്ട് എന്റെ അമ്മ പോലും തിരിച്ചറിയില്ല. ഓയ് ചേട്ടാ, അടുത്ത പെട്ടി എടുത്തിട്ടോ ചേട്ടാ. ചേട്ടന് വയ്യേ? പിള്ളേര് ഫുൾ എക്സൈറ്റഡ് ആണ് അവരുടെ ടോയ്സിന്റെ ഒരു ബാച്ച് കിട്ടിയപ്പോ തന്നെ. പിന്നെ ഫുൾ തുറന്നാൽ എന്തായിരിക്കും സ്ഥിതി? എന്താ സാർ? ഇതെന്താണ്? എക്സ്കവേറ്റർ. ഓക്കേ. അമ്മ ഇത് ഏറ്റവും വലിയ പെട്ടിയാണോ കൂട്ടത്തില്? അപ്പൊ അൺബോക്സിംഗ് പെട്ടി നമ്പർ 3. അപ്പൊ നമുക്ക് ടോയ്സ് കിട്ടി, ഡ്രസ്സുകൾ കിട്ടി. ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയില്ല. ഓപ്പൺ ചെയ്ത് നോക്കാം. നീ വെറുതെ ടൈം ഈ കയറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പിന്നീട് കയറ് കിട്ടാത്തതാ. കയറ് നമുക്ക് അയല് കെട്ടാൻ ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. എന്തിനാ ജപ്പിനെ കട്ട് ചെയ്യണേ? ഓൾറെഡി ടെറസിൽ സ്ഥലമില്ല അയല കെട്ടിട്ട്. അല്ല, വേറെ എന്തെങ്കിലും അമ്മയ്ക്കൊക്കെ ആവശ്യം വരും. എന്താ നോക്കിയോ കട്ട് ചെയ്ത്. ക്ഷമയില്ലാത്ത ജെഫിൻ. ജാമ്യമില്ലാത്തതല്ല, ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓരോ തയ്യാറായിട്ട് കഴിച്ചിട്ട് കളിക്കണ. ഓഹോ. ബോക്സിങ്ങിന്റെ ഇടയിൽ നമ്മുടെ പിള്ളേർക്ക് വെച്ചിട്ടും ഇപ്പോ ഡാനി അവിടെ നേരത്തെ പറഞ്ഞ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ട വേണ്ട ട്രോളുണ്ട. അടുത്ത പെട്ടി ഇത് 1 2 3 മൂന്നാമത്തെ പെട്ടി. വീണ്ടും കുഷ്യൻസ്. നമ്മൾ കുഷ്യൻസ് ആരുടെ വെച്ചിട്ടുണ്ടോ? കാറിന്റെ
ടോയ്സ്. ഇത് ഞങ്ങളുടെ ഹെൽപ്പർ നാനി ഷാർലി ഗിഫ്റ്റ് തന്നതാ സാമനും ഡാനിക്കും. ഇതൊക്കെ കാർഗോയില് വരുന്നുള്ളൂ. സി Aticha's gift. Another gift from Aticha. Thank you, Aticha. Thank you, Aticha. Danny. അയ്യോ എന്റെ മുഖത്തേക്ക് എന്താ അത് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് ആയിരുന്നത്. എന്നിട്ടാ മനസ്സിലെ ഒറ്റ എത്രയും കറങ്ങി എവിടെയായിരുന്നു ചോദിച്ചിട്ട്. നമ്മുടെ പട്ടിക്കുട്ടി, ജിറാഫ്, ടെഡി ബേർസ്. ഈശ്വര ഇതൊക്കെ ഞാൻ തന്നെ ഒതുക്കണ്ടേ ജെഫിനെ. സാമി ഡോക്ടർ സെറ്റ് അവിടെ വെക്ക്. ചോ സാമിന് കൺഫ്യൂഷൻ ആയി. അതാ ഓപ്പൺ ഡാനി. ഇത് ഫുള്ള് ടോയ്സ് ആണ് കേട്ടോ. ആ ഇത് വന്നിട്ട് നമ്മുടെ അതില്ലേ അവരുടെ ഇതിട്ടുണ്ടായിരുന്നില്ലേ ബോളൊക്കെ അതുണ്ടാക്കുന്നതിന്റെ പേര് പമ്പ്. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് വാങ്ങിക്കേണ്ടിരുന്നില്ലല്ലോ ഒന്ന്. അതെ ഇവിടെ എത്ര 1500 4000 അതിന്റെ നമ്മള് കുറവ് 50 താഴെ. ഫുൾ ടോയ്സ് ആണ്. ഈ പിള്ളേർ ഇവിടെ എത്തിയിട്ട് 4 മാസം ആ ഒരു ഇച്ചിരി കുറച്ച് ബ്ലോക്സ് വെച്ചാ കളിച്ചുകൊണ്ടിരുന്നേ. അവിടെ ഫുൾ ഉണ്ടായിരുന്ന ടോയ്സ് ഒക്കെ പെട്ടിയിലായിരുന്നു. കാരണം ജെഫ് മെയ് ഫസ്റ്റ് വീക്ക് നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ കൊണ്ടുവരാനായിരുന്നു ഈ ടോയ്സിന്റെ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താ ചെയ്യാ, സ്റ്റക്കായി പോയില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റക്ക്. അപ്പൊ നോക്കി ഇത് ഫുൾ ഇനി ടോയ്സ് മാത്രമാണ്. ഇടയ്ക്ക് എന്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. സാമിന്റെ ട്രക്ക് അത് ഓപ്പൺ ചെയ്യാതെ ദൈവമേ ഇതൊക്കെ ഒതുക്കണ കാര്യം ആലോചിച്ചിട്ട് തല ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാം കൂടി ഒരു റൂമിലിട്ടാം. എന്നിട്ട് അവരോട് ജസ്റ്റ് ഇത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് സ്റ്റീമർ. ജെഫിന് തുമ്മുമ്പോൾ ഉപയോഗിക്കാം, എനിക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഇത് ഞാൻ ജീത്തിന്റെ കല്യാണത്തിന് വാങ്ങിച്ച പേഴ്സാണ്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അവിടെ എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ല, ഗാലി. ഫുൾ ടോയ്സ് ആണ്, പിള്ളേരുടെ ടോയ്സ് മാത്രം. അപ്പൊ ഇതെല്ലാം എന്തായാലും ഇപ്പൊ പുറത്തിടുന്നില്ല. ടോയ്സിന്റെ റൂം സെറ്റ് ചെയ്തിട്ട് അവിടേക്ക് എടുക്കുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ ഇരട്ടി പണിയാവും. ടോയ്സ് തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ. ആ പിന്നെ ഒരു സാധനം കാണിച്ചുതരാം. പേരെഴുതിയ കത്തി എങ്ങനെയുണ്ട്? ലുബിന ജെഫിൻ കാണാനുണ്ടോ? ഉത്തമ ഉദാഹരണമായ ജെഫിൻ എന്തിന്റെ അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ. കുറെ പഴയ ഫോട്ടോസ് ഉണ്ട് ഇതിൽ. പിക്രി ജെഫിൻ സുന്ദരിയാണ്. കുറെ കിട്ട ഫോട്ടോസ്. കോളേജ് പഠിക്കുമ്പോൾ പോലെ അല്ല അത്. എന്റെ വീട്ടിലെ കർട്ടനല്ലേ? ആണ് നിന്റെ വീട്ടിലെ കർട്ടനൊന്നുള്ളത്. എന്റെ വീട്ടിൽ വന്നിരിക്കണ മമ്മി ഭാഗം കേൾക്കണ്ട, എടുത്തോണ്ട് പോയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ടോയ്സ് ഒക്കെ തിരിച്ച് ഈ ടോയ് പെട്ടിയിൽ തന്നെ ഇട്ടിട്ട് നീക്കി വെക്കാം. കാരണം ഇപ്പൊ എല്ലായിടത്തും പുറത്തിട്ടാ പണി കിട്ടും. ഒരു റൂമിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് അത് ഫുൾ ടോയ്സ് ഇട്ട് നിറച്ച് പിള്ളേർ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ജെഫിനെയും കൂടി എടുത്തിട്ട് ഞാൻ എൻ്റെ അടുക്കള പണി ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടി നമ്പർ 4 അൺബോക്സിംഗ് ബൈ മിസ്റ്റർ ജെഫ് കാക്കശ്ശേരി. തുണിയോ? ദൈവമേ സാരിയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഓപ്പൺ ചെയ്യണോ? വെയിറ്റ് നമ്മളെല്ലാം കൂടെ നോക്കാം. വീടിന്റെ കോലം നോക്കിയ 4 പെട്ടി തുറന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ സിറ്റുവേഷൻ ആയി. ഇനി ഇതെല്ലാം കൂടെ ഒതുക്കി ഒരു വഴിയാക്കി വരുമ്പോഴേക്കും ഞങ്ങളൊരു വഴിയാവും. ഈ കയറൊന്നും ഇങ്ങനെ പൊട്ടിച്ച് കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജെഫിന്റെ പണി കണ്ടില്ലേ?
അപ്പൊ പെട്ടി നമ്പർ 4 എനിക്ക് ഇതിൽ ഓർമ്മയുണ്ടെന്ന് നല്ലത് ഷൂസ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, ഞാൻ നല്ല ചെരുപ്പായിട്ട് അവിടെ വന്നത്, പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. Yes, Sammy, look. Hey, look. Blocks. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഷൂസുകളും ചെരുപ്പുകളും ഒക്കെയാണ്. ഇത് നമുക്ക് ഷെൽഫിലേക്ക് കയറ്റാം. നമ്മുടെ ഗിംബലിന്റെ ബോക്സ് ഗിംബലില്ല. എങ്ങനെയുണ്ട് ഷൂസ്? മഞ്ഞ കളർ. ഇതൊക്കെ വെക്കാൻ ഷെൽഫിൽ സ്ഥലം ഉണ്ടാവും ഇനി. മനസ്സിലായി. സാധനങ്ങൾ വേറെ വാങ്ങുന്നില്ല, അത് നമ്മുടെ ടെമ്പററി ഹൗസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടില് ഒരു സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാതെ ഒരു ഷോ പീസ് വെക്കാതെയുണ്ട്. കാരണം ഒരു ജസ്റ്റ് 1 ഇയർ താമസിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തതാണ്. അതിനുശേഷം എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഓൾ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നടക്കണവൻ ആ ടിഷ്യൂന്റെ കൂടെ എടുത്ത് വെച്ചേക്കുന്നത് കിച്ചൺ ടിഷ്യൂ അല്ലേ ഇത്. നമ്മള് ഇതിൽ വെച്ചു, പാത്രം നമ്മൾ കൊണ്ടുവന്നതിൽ വന്നു. എന്നിട്ട് ഇതിന്റെ അടുപ്പ് വേറെ വാങ്ങിക്കേണ്ടി ഓർമ്മയുണ്ടോ? ഡിസ്നി പോയിട്ട് അളവെടുത്ത് വാങ്ങിച്ചത്. ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഗ്രില്ല് ചെയ്യണതും ബേക്കിംഗ് സാധനങ്ങളും ഇതൊക്കെ ഇതിൽ വന്നിട്ടപ്പാ. ആ, ഇത് കാണിച്ചു കൊടുക്കണപ്പാ. ഇത് ഒരു ഫ്രണ്ട് ഫെർബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഫേമസ് ആ. പുള്ളിക്കാരി തന്ന ഗിഫ്റ്റാണ്. എന്റെ ബുക്സ് ഒക്കെ വന്നു. हम बहुत संतोष आदमी है, हमारा बुक എല്ലാം വന്നു. ഇനിയും കുറെ ബുക്സ് വരാനുണ്ട്. പിടിച്ചോ. ഇത് നമ്മുടെ ഒരു ഫോളോവർ സബ്സ്ക്രൈബറായ ബോംബെ ജോൺ തന്നതാണ്. ജോൺ, എനിക്ക് ബുക്ക് കിട്ടി, ഞാനിതൊന്ന് 2 ആഴ്ചക്കുള്ളിൽ വായിച്ചു തീർത്തിരിക്കും, ഉറപ്പാണ്. ഇത് സാമിന്റെ അത്തിച്ച കൊടുത്ത വേറൊരു ഗിഫ്റ്റാണ്. ഞങ്ങൾ തുറന്നിട്ട് പോലുള്ള സാം കണ്ടിട്ടില്ല, കാരണം കണ്ടവൻ അപ്പം തന്നെ ഓപ്പൺ ചെയ്യണം എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റ് കിട്ടി പറഞ്ഞാൽ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചതാണ്. നോക്കണേ സാമേ, അത്തിച്ച ഗിഫ്റ്റ്. അപ്പോ 3-4 പെട്ടിക്ക് തുറന്ന് ഞാൻ വയ്യാണ്ടായി. കാരണം ഇവിടുത്തെ പണിക്കാരൻ ഞാനാണല്ലോ. ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ ചോദിച്ചു. ഈ ജ്യൂസിന്റെ പ്രത്യേകത ഉണ്ട്, ഹോം മെയ്ഡ് എന്താ പറയാ, സ്ക്വാഷ്. രസനാണ് ഉദ്ദേശിച്ചതായിരുന്നു സ്ക്വാഷ്. നമ്മുടെ ഒരു നെയ്ബർ, തൃശ്ശൂരുള്ള ഒരു നെയ്ബർ ഉണ്ടാക്കുന്നതാണ് വീട്ടില്, ജാതിക്ക വെച്ചിട്ട്. എങ്ങനെയാണ് മിക്സിങ്? ഇത് നമുക്ക് അത്യാവശ്യം എടുക്കുക. ഞാനൊരു കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ലത് ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 30-40 ml. ഇതെന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെറുതെ വെള്ളത്തിൽ കുടിച്ച ടേസ്റ്റ് ഇല്ല, നമുക്ക് ഷോഡ. തൃശ്ശൂർക്കാർ സോഡയ്ക്ക് ഷോഡ എന്ന് പറയണേ. തൃശ്ശൂർക്കാർ മാത്രമാണ് ഷോഡ എന്ന് പറയുന്നത്. ഞാൻ തൃശ്ശൂർക്കാർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൂ. ഗ്രീൻ വാലി ക്ലബ് സോഡ വാങ്ങിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. ഈ സ്ക്വാഷ് കുടിക്കാൻ വേണ്ടിട്ട്, സ്ക്വാഷ് കുടിക്കാൻ വേണ്ടി മാത്രം. ബാക്കി കുടിക്കാനൊന്നും ഇല്ല, ഒക്കെ വെള്ളത്തിൽ പോയി. അത് പോയ സാധനം സോഡ ഒഴിച്ച് കുടിക്കുന്ന സാധനമില്ല. എന്തിനാ പൊക്കിയൊക്കെ ഒഴിക്കണ? വെറുതെ എന്താ പിള്ളേരവിടെ അർമാദിക്കാണ്. എനിക്കാണ് ദാഹിക്കണേ, കുടിച്ചതാവളൂ. ഇതാണ് ഭർത്താവിന്റെ സ്നേഹം. അപ്പൊ എന്റെ കുറച്ച് ചെരുപ്പ് ഷൂസൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന നല്ലതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ അവിടെ തന്നെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് അതൊക്കെയാണ്. ഇത് ഷൂസ് ആകെ 1 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഞാൻ ഓഫീസ് വെയറിന് വാങ്ങിയ ചെറിയ ഷൂസാണ്. ഇത് ഞാൻ ആകെ 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഫേവറേറ്റ് ആവശ്യം.
പിന്നെ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാ. 12 വർഷമായി കളറേയില്ല എനിക്ക്. പിന്നെ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. കോൺവേഴ്സിന്റെ ഷൂസ് 12 വർഷം കഴിഞ്ഞത്. നംഷീന്ന് വാങ്ങിയത്. ഇത് നമ്മള് ശ്രീലങ്കയിൽ നിന്ന് വാങ്ങിച്ച ലെതറിന്റെ ചപ്പല്. നല്ല സുഖമായിട്ട് നടക്കാൻ. ട്രാക്ക് ഫിക്സ് ചെയ്യാനോ ഇപ്പോഴോ പപ്പാട് പറയും. പിന്നുള്ളത് ഇതാ. ഇത് പിന്നെ എവിടെ നിന്ന് വാങ്ങിയ? ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിയത്. ഇത് വളരെ മോശം ക്വാളിറ്റി ഷൂസ് കണ്ടില്ലേ. ബ്രാൻഡ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. സെയിലില് വാങ്ങിയതാ. പക്ഷെ വാങ്ങിച്ച് 3 ആഴ്ചക്കുള്ളിൽ അതിന്റെ അകമൊക്കെ കണ്ടില്ലേ ഇങ്ങനെ. നമ്മുടെ ചുമട്ട് തൊഴിലാളി ഉഷാറായിട്ട് ജ്യൂസ് കുടിച്ച് ഉഷാറിൽ നല്ല സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ നെയ്ച്ചോറ് ബീഫ് കോംബോ അല്ലേ? ഞാനൊരു ചിക്കൻ ബിരിയാണി പറയാം. പിന്നെ പിള്ളേർക്ക് ബിരിയാണി ഇപ്പിട്ട് കാണാനല്ലോ. ഫ്രൈഡ് റൈസ് പിള്ളേർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് പറയാം അല്ലേ? പിള്ളേർക്ക് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, ജെഫിന് ബിരിയാണി അല്ലല്ലോ നെയ്ച്ചോറ് കോംബോ. എനിക്ക് ബിരിയാണി നോക്കിട്ട് കാണാനില്ല നീ. അപ്പൊ ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. പലാരം ട്രഡീഷൻസ്. ഒരു നെയ്ച്ചോറും ബീഫും കോംബോ അത് 200, ചിക്കൻ ഫ്രൈഡ് റൈസ് 180, ചിക്കൻ ബിരിയാണി 160. ടോട്ടൽ 642. അപ്പൊ നമ്മൾ 11:50 ഓർഡർ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഫാസ്റ്റ് ആയിട്ട് വരാറുണ്ട്. എപ്പം നോക്കാം. താഴെ ഒരു സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ട് പോകാറാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഫുഡ് ഓർഡർ കഴിഞ്ഞു. ഇനി അടുത്ത പെട്ടികളിലേക്ക് നമുക്ക് ഒഫീഷ്യലി കിടക്കാം. ഓർഡർ ആക്സെപ്റ്റഡ്. അപ്പന്റെ അതേ സ്വഭാവം ഞാൻ അറിഞ്ഞില്ല. കൈ കെട്ടിക്കെടുത്ത് വായിട്ടെടുത്തു. ഞങ്ങളുടെ വീട്ടിലൊരു എലിക്കുട്ടി ഉണ്ട്. എല്ലാ സാധനം കടിച്ചു വെക്കും. ഇത് കണ്ട ഡാനിയല് ഈ സാധനം എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അത് സംസാരിച്ചോണ്ടിരുന്നപ്പോ. നോ ഡാനെ. ഇത്ര ടോയ്സ് ഉണ്ടായിട്ട് അവൻ കളിക്കുന്ന സാധനം നോക്കിയേ. ഓർമ്മയുണ്ടോ? ടർക്കിന്ന് വാങ്ങിയ ലൈറ്റാണ്. ഇങ്ങനത്തെ ഓരോ ആക്രികളൊക്കെ വാങ്ങിട്ട് വരും. എന്ത് പറയും, അവിടെ വെക്കണം ഇവിടെ വെക്കണം. എന്നും പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ ജെഫ് ഒരു ബാച്ചിലർ റൂമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ള് നല്ല ഭംഗിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വന്നത്. കാരണം 2 ആഴ്ച ജെഫ് തിരിച്ചു പോകണം എന്നുള്ളത്. പക്ഷേ ഭാഗ്യം ഉണ്ടായില്ല. വീട്ടിൽ താമസിക്കാൻ ഒരു ദിവസം മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. 3 മാസത്തിന് റെന്റ് വെറുതെ കൊടുത്തു. അതിന്റെ ഓണർ ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ്. കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈ. ഓക്കെ, ഓണറല്ല, എൻ്റെ ഏജന്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഈ പെട്ടി പാക്ക് ചെയ്തത് കാർഗോക്കാരൻ ആൻഡ് ഈപ്പൻ കൂടിയാണ്. അപ്പൊ ഈപ്പൻ ആരാന്നുണ്ടെങ്കിൽ ജെഫിന്റെ കസിനാണ്. ഈപ്പന്റെ കല്യാണത്തിന് ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് നാട്ടിലേക്ക് പോയത്. ഞങ്ങളുടെ ഒരു വൈറലായൊരു വ്ളോഗാണത്. ഒരു 5 ദിവസത്തിനുള്ളിൽ 1 lakh ആൾക്കാർ കണ്ടൊരു വ്ളോഗാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അപ്പം മിസ്റ്റർ ജെഫിന്റെ ബാച്ചിലർ ആകാൻ പ്ലാൻ ചെയ്ത് ആ വീട്ടിൽ വെച്ച സാധനങ്ങളാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ നിസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല. കൂടി പോയ കുറെ ഷഡ്ഡി, കുറെ ബനിയൻ, കുറെ ടീഷർട്ട് അതിനുണ്ടാവും. ഒരു 100 ടീഷർട്ട് ഉണ്ട് ജെഫിന്. എന്നാലും എപ്പോൾ നോക്കിയാലും ഒരു നീല ടീഷർട്ട് എടുത്തിട്ട് തൽപ്പിട്ടേക്കണം. അതേ നീല ടീഷർട്ട് പറയട്ടെ. നമ്മുടെ ബ്ലാങ്കറ്റ് ഇതെന്താന്നറിയോ? അവിടെ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ലോണ്ടറി ബാസ്ക്കറ്റിൽ കുറെ തുണി ഞാൻ കഴുകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജെഫിനോട് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ കഴുകി ഇട്ടേക്കരുത്. കാരണം ഞങ്ങൾക്ക് ലഗേജ് അത്രയുള്ള കാരണം ഒന്നും എക്സ്ട്രാ വെക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെയും പിള്ളേരുടെ ഒക്കെ ഞാൻ അന്നിട്ടിരുന്ന ബനിയനും ആ ടോപ്പും സ്കേർട്ടും എല്ലാം അവിടെ കഴുകായിട്ടുണ്ടായിരുന്നു. ആ ചീഞ്ഞ ഡ്രസ്സുകളാണ് ഇത്. അതില് ചിലപ്പോ നല്ലതുണ്ടാവും. ഇല്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി കഴുകാം. ഇതൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ ഒന്ന് സാമ്പിൾ അവിടെ ഇട്ടിരുന്നത്. അത് സാമ്പിൾ ഇട്ടിരുന്നത്. ഇതിന്റെ പെട്ടി ജെഫ് തന്നെ സോർട്ട് ചെയ്യും. ഇതിന്റെ ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മള് അവിടെ പോകുമ്പോഴല്ലേ ജാക്കറ്റൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പെട്ടിയിലാക്കിയിട്ട് വെക്കാം.
ഇവിടെ വെച്ച പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ വെച്ചതൊക്കെ പൂക്കലെടുക്കും. പെട്ടിയിലാക്കി വെക്കാം. നമുക്ക് വാക്യൂം ചെയ്യുന്ന ഒരു തരം ഇതല്ലേ, വാക്യൂം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അടച്ചു വെക്കുന്നത് ഇവിടെ ഉണ്ടോ അത്? കിട്ടുമായിരിക്കും. സെക്കൻഡ് ആമസോണിലാ ആ സാധനം മെഷീൻ വാങ്ങിക്കാനാ? മെഷീൻ അല്ല, പിന്നെ അങ്ങനത്തെ ഒരു പാക്കറ്റുകൾ കിട്ടും. ആ പാക്കറ്റിലാക്കുക, എന്നിട്ട് പീസ് ചെയ്ത് വെക്കാം. അപ്പൊ അതിനുള്ളിലേക്ക് എയർ കടന്നാലേ പ്രശ്നം. ഓർമ്മയില്ല, നമ്മൾ മുന്നേ ക്യാമറ കൊടുത്തിട്ട് ക്യാമറ ലെൻസ്. ഇനിയിപ്പോ ജെഫിന്റെ സാധനങ്ങളല്ലേ ഉള്ളൂ. സമാധാനം. ഷഡ്ഡി കിട്ടി, ഷഡ്ഡി 3 മാസമായി, അല്ല 3.5 മാസമായി. ആകെ 3 ഷെഡിയായിട്ട് വന്നാ ഞാൻ. സമാധാനമുണ്ട്, ഒരു ആശ്വാസമായി. ധൈര്യം ചോർന്നു പോകാത്ത സാധനങ്ങളൊക്കെ കിട്ടി. മറച്ചു ഷെഡിയല്ല, ഒരു 10-12 ഷെഡി ഉണ്ടാവും. സാമ് ഇതോ പിന്നെ ഒറ്റയ്ക്ക് അപ്പൊ ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഫുള്ളും ടോയ്സ് ഇട്ട് വെക്കാനാണ് പ്ലാൻ. വെള്ളം ഒഴിക്കാനല്ല ഇത് വാങ്ങിയത്, ഒരു ബോൾ ഫിറ്റ് പോലെ ഉണ്ടാക്കാനാണ് ഇത് വാങ്ങിയത്. തൽക്കാലം പിള്ളേർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ സെറ്റ് ആക്കി ഇട്ടിട്ട് 2 വെട്ടിയും കൂടെ അല്ലേ ബാക്കിയുള്ള 2 വെട്ടിയും കൂടെ ബാക്കിയുണ്ട്. അതും കൂടി അൺബോക്സ് ചെയ്യണം. വീടിന്റെ കോലം കണ്ടില്ലേ? ഫുഡ് വന്നോ? ഫുഡിന്റെ കൂടെ വേറെ ബോക്സ് ഉണ്ടായല്ലോ. ഫുഡിന്റെ കൂടെ വന്ന ബോക്സ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് വന്ന എന്റെ താടി ഷേവ് ചെയ്യാനും ട്രിം ചെയ്യാനുള്ള ട്രിമ്മറാണ്. ആമസോൺ അൺബോക്സിങ്ങിന്റെ ഒരു വീഡിയോ നമ്മുടെ ശ്രീമതി ഇറക്കുന്നതായിരിക്കും. എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുണ്ട്. ഇതാണ് കാക്കശ്ശേരിയുടെ കൊള്ളാലേ, ഓഫീസിൽ കിട്ടിയതാ. എല്ലാം കൂടെ ഒരുമിച്ച് പറ്റൂട്ടോ മണിക്ക്. ഇതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുക്കളയിലത്തെ സാധനങ്ങളാണ് പാക്ക് ചെയ്തേക്കണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു ചെഫ് വരുന്നുണ്ടെങ്കിൽ വെക്കാനുള്ളത് വേണ്ടിയിട്ട്. ചെഫ് വീഡിയോ എടുക്കുന്ന പേരില് എന്നെ കൊണ്ട് ഫുൾ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഉള്ളില്ല, നീ ഡാനിയുടെ കൂടെ ഇരിക്കും. അൺബോക്സിംഗ് ഓഫ് ദി പച്ചപ്പെട്ടി. അല്ല, ഇതിലെന്റെ വിന്റർ സാധനങ്ങളാണ്. ആ നദി കളിക്കി ജെഫിന്റെ ജാക്കറ്റ്, സ്വെറ്റർ, എൻ്റെ ഒരു സാരി ഉണ്ട്. തല്ലിപ്പൊളി മനസ്സിലായി. ബാക്കിയൊക്കെ ഉണ്ട്. ജാക്കറ്റ്, ഓഫീസ് ഡ്രസ്സാ, പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെയാണ് കൊടുക്കാനേ. എന്താ പ്രഗ്നന്റ് ആവണില്ല നീ ഇനി വീണ്ടും? ഇതിലും ജാക്കറ്റ് തന്നെ നമ്മള് ഇന്ത്യയുടെ മാച്ച് കാണാൻ പോയപ്പോ വാങ്ങിച്ചത്. ഞങ്ങള് പാകിസ്ഥാന്റെ മാച്ചാ കണ്ടേ അല്ലേ? പാകിസ്ഥാൻ, കാരണം ഇന്ത്യയുടെ മാച്ച് വേറെ സ്ഥലത്തായിരുന്നു, ഓസ്ട്രേലിയയിലുള്ളപ്പോ. വന്നതിൽ വെച്ച് ഏറ്റവും വലിയ പെട്ടിയാണ് ജസ്റ്റ് ഈ തള്ളി മറിച്ചുകൊണ്ട് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇപ്പം പാക്ക് ചെയ്ത പെട്ടിയാ തോന്നുന്നു. ജസ്റ്റിന്റെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാ അല്ലേ? ഫ്രിഡ്ജിലുണ്ടായിരുന്ന തക്കാളി സവാളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അവനോട് ചോദിച്ചു, മുട്ടയുണ്ട്, പിന്നെ പിന്നൊരു ഉണ്ടായിരുന്നു, അതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ. ഞാൻ അവിടെ നിന്ന് തള്ളി കൊടുന്നേ. ഞങ്ങള് ഇവിടേക്ക് എത്തിച്ച കാർഗോ കമ്പനിയുടെ പേരാണ് ഗുഡ് വിൽ കാർഗോസ്. എൻ്റെ ഗുഡ് വിൽ കാർഗോസ്. അവരുടെ ടെലി നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഇവിടെ ഉണ്ട്.
ഓക്കെ, ഖത്തറിൽ നിന്ന് വരുന്നവർ ഇവരെ കോൺടാക്ട് ചെയ്യാം. കുഴപ്പമില്ലാത്ത ടീമുകളാണ്, നല്ല രീതിയിലൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. വീട്ടിൽ വന്ന് പാക്കിംഗ് ഒക്കെ ചെയ്യും. അതിന് ചെറിയൊരു ഫീസ് ഉണ്ട്, പിന്നെ ഡോക്യുമെന്റേഷൻ ഫീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഒരു ഫീസൊക്കെ വാങ്ങുന്നുണ്ട്. കിലോയ്ക്ക് 10 റിയാലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് മൊത്തം 190 കിലോ ഉണ്ടായിരുന്നു. ഇതിനടക്കം അല്ല, ഇതിനെ കൊണ്ടുവന്നില്ല, ഞാനൊന്നും. ഓക്കെ, അപ്പൊ ഈ പെട്ടി നിറച്ചും ഇത് നിറച്ചും ജെഫിന്റെ ടീഷർട്ട് മാത്രം. ടീഷർട്ടും ഷൂസും. എന്റെ ഷൂ എത്ര ഷൂസ് അറിയോ ജെഫിനെ? വെറുതെ വാങ്ങിച്ചിട്ടുള്ള ഷൂസ്. ഷൂസ് നമ്പർ 1, ഷൂസ് നമ്പർ 2, ഷൂസ് നമ്പർ 3, ചപ്പല്. ഇത് പോരാണ്ട് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഒരു ചപ്പലും കൂടെ വാങ്ങി. ഞാൻ പറഞ്ഞു കാർഡ് വരുമ്പോ അതിലിതാ ഇത്രയും ചപ്പലുണ്ടെന്ന്. എവിടെ കേൾക്കണു? കേട്ടില്ലല്ലോ. ഈ ഷൂസ് ഇട്ടിട്ടുണ്ടോ? നാഗവല്ലി ആക്കിട്ടല്ലേ? ഇത് ഓൾമോസ്റ്റ് 10 വർഷമായി. ഇത് വന്നിട്ട് ക്യാമ്പർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആക്ച്വലി ഇത് നല്ല ചുളിവ് വിലക്ക് കിട്ടിയ ഷൂസാണ്. അല്ലെങ്കിൽ ഇതിന് 1000 റിയാലുണ്ട്. ഞാൻ വാങ്ങിയത് 40 ദിർഹം കൊടുത്തിട്ടാണ് UAE വെച്ചിട്ട്. അതൊരു ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഒരു റിട്ടേണിൻ്റെ ഇത് വന്നിട്ട് ഒരു ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്. സ്റ്റിൽ ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. മെയ്ഡ് ഇൻ സ്പെയിൻ. അതെ, ക്യാമ്പർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ല ബ്രാൻഡാണ്. ചായോ ഷൂസൊന്നും കഴിയില്ല, ഈ വരുന്നുണ്ട്. ഇട്ടിട്ട് പോലും ഉണ്ടാവൂല. എന്നാലും ഷൂസ് കാണുമ്പോ പിന്നെയും വാങ്ങിക്കും. ഇനിയുണ്ട്. ഇതൊക്കെ ഇവിടെ കൊണ്ട് ജെഫിന്റെ ജെഫിനെ ഒരു സാധനം വിലപ്പെട്ട സാധനമുണ്ട്. എന്തായിരിക്കും എനി ഗസ്സസ്? ഞങ്ങളുടെ കല്യാണ ആൽബം. എന്താ ഭംഗി നോക്കിയ ജെഫിനെ കാണാൻ. അതിൽ എന്നെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അവൾ അടച്ചു വെച്ചു. അല്ലല്ല, അത് കണ്ടപ്പോ വെറുതെ ടെൻഷനായി. ഇതിൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതും ഒരു വില പിടിപ്പുള്ള സാധനമാണ് കേട്ടോ. ഖത്തറിലുള്ള ഒരു പറ്റം യൂട്യൂബേഴ്സ് കൂടി എനിക്ക് ഫെയർവെൽ അതുണ്ടായിരുന്നു. കാരണം ജെഫ് ഖത്തറിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനിലായിരുന്നു. ഞാനും പിള്ളേരും നാട്ടിലേക്ക് വരില്ലേ. അപ്പം എനിക്കൊരു സർപ്രൈസ് ഫെയർവെല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ജെഫ് വീണ്ടും ക്യാമറ വെച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മെമ്മൻറ്റോ ആണ്. ബോക്സിലല്ലോ വന്നു. നിക്ക് വാല വെക്കട്ടെ. ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇന്ന് ഫെയർവെല്ലിന് അതിൻ്റെ എല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്തൊരു ഇവൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു മൊമെൻ്റാണ്. എനിക്ക് കിട്ടിയൊരു മൊമെൻ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറയാം, കാരണം കാക്കശ്ശേരി ഞങ്ങളുടെ അല്ലേ, ഞാനും ജെഫിനും ഒന്ന് തന്നെയല്ലേ. നമ്മുടെ ജെഫിൻ സാറിന്റെ ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ആലുവ വാങ്ങുമ്പോൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോയിക്കോട്ടെ. ഇതൊക്കെ നോക്കി ഏത് കോലത്തിലായിരിക്കണേന്ന്. ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും അല്ലേ? ഈ തുണികളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരുമോ? തുണികളൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യണ്ട. വാഷ് ചെയ്യേണ്ടി വരും. വാഷ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഒരു മാസത്തെ പണിയുണ്ട്. ഒരാൾ ചോദിച്ചു കേട്ടില്ല എന്താ പേര് വിളിക്കണേന്ന്. ഇപ്പൊ ഡാനിനെ വിളിച്ചോ? ഞാൻ പേര് വിളിക്കാൻ കാരണം ഈ ചെറുക്കന്റെ കൂടെ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒരുമിച്ച് പഠിച്ചതാ. ക്ലാസ്മേറ്റിനെ ആരെങ്കിലും ജെഫിൻ ചേട്ടാ എന്ന് വിളിക്കും. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജെഫിട്ടാ വിളിക്കാറേ ഉള്ളൂ അല്ലേ. അപ്പൊ മമ്മി പറയുള്ളപ്പോ ജെഫിട്ടാ ആദ്യം വിളിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ പെട്ടി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വീടിന്റെ ഒരു കോലം ഒന്ന് കാണിച്ചു കൊടുത്തു ജെഫിട്ടാ.
ഇനി ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ച് ഒരു വഴിയാകും. നാളെ ഇന്നും മറ്റന്നാളെ ഒരാഴ്ചത്തേക്ക് നല്ല പണിയുണ്ട്. ഇവിടുത്തെ മഴ ഇല്ലെങ്കിൽ ഈ തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാല്ലേ? കാരണം മഴയുള്ളതുകൊണ്ട് തുണികൾ ഉണങ്ങി കിട്ടാൻ ടൈം എടുക്കും. ലൂഡോ ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് അലക്കാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമന്റുകൾ കുറിച്ചിട്ടാ പോകുന്നുണ്ട്, അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. ടെസ്റ്റിന് വേണ്ടി ആരും കമന്റ് അടിക്കണ്ട. ഇനി പഠിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ റിപ്ലൈ തരും. ഓക്കെ. ഇനിയിപ്പോൾ ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞു താടി വളരെ മോശമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ട്രിം ചെയ്യണമെന്ന്. ട്രിമ്മർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ട്രിമ്മർ അല്ല, കുറേ ആമസോണിൽ കുറേ പിക്കിരി സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി അൺബോക്സിങ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. എന്താ മോനെ? അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശപ്പുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പോയ സ്ഥലമാണ്. കണ്ണ് കാണാൻ പറ്റാത്ത നെയ്ച്ചോർ ആൻഡ് ബീഫ് കോംബോ ഫ്രം പലാരം. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിലത്തെ ഫുഡുകളൊക്കെ കഴിക്കുന്നത്. അതിൽ വെച്ചാൽ ഇവിടെ വന്നാലും നമ്മൾ മാക്സിമം കാലിക്കറ്റ് പാരഗൺ, പിന്നെ കൈസ്, സിലോൺ ബേക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് വളരെ, പിന്നെ ഗ്രാൻഡ് ഇവിടെയൊക്കെ പോയി കഴിക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെ പുതിയ പുതിയ പേരുകളാണ്. പുതിയൊരു പേര് എനിക്കറിയാവുന്നത്. ദിസ് ഈസ് നെയ്ച്ചോറ് ആൻഡ് ബീഫ് കോംബോ. അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറ്. ഹായ് 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 ഹായ്. ഹലോ ഹലോ ഹലോ. ഇപ്പൊ പറയാമെന്ന് വേറെ കാര്യമില്ല. ഇപ്പൊ വന്നത് ഞങ്ങളുടെ തുണി ഐറ്റംസും അങ്ങനത്തെ ഷൂസ്, അങ്ങനത്തെ കുറച്ച് ടോയ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഷട്ടികൾ. ഞാനെന്താ നീ പറഞ്ഞോണ്ടിരിക്കണേ? ആ, അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇനിയും വന്നിട്ടില്ല. ക്യാമറ, ഞങ്ങളുടെ ബ്ലോഗിങ് ക്യാമറ, പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി ക്യാമറാസ്, അതന്നെ ഒരു 10-20 കിലോൻ്റെ അടുത്ത്. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒന്നും കൊണ്ടുവരുന്നില്ല, അതൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ പലരും ചോദിച്ചു ഈ 2000-ൻ്റെ ബില്ല് എങ്ങനെ വന്നത്. ഇതൊക്കെ വന്നതിൻ്റെ ബില്ലാണ് 2000-ൻ്റെ ബില്ല് വന്നത്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം കമ്പനി ബെയർ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയോ ബില്ല് സബ്മിറ്റ് ചെയ്താൽ ഇപ്പോൾ പോയ പൈസ തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന കാക്കി ശരി തന്നെ അൺബോക്സിംഗ്